മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1. ഐ റിപ്പീറ്റ്, ചെൽസി 0, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1. അങ്ങനെ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന്റെ ഏകദേശം അടുത്ത് എത്തിയിരിക്കുകയാണ് ഈ ഒരു വിജയത്തോടു കൂടി. നമുക്കറിയാം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്ന ടീംസിന് 5 സ്പോട്ട് വരെ ചാമ്പ്യൻസ് ലീഗിലുണ്ട്. അപ്പോൾ 6ാം സ്ഥാനത്തുള്ള ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3ാം സ്ഥാനത്ത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എനിക്കൊന്നൊരു 1 ഗെയിം 2 ഗെയിമിൻ്റെ ഇതിനുള്ളിൽ നമുക്ക് എന്തായാലും ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിക്കാമെന്നുള്ളൊരു നിലയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, ടഫ് ഗെയിം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയ രീതിയിലുള്ള ചാൻസസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഷോട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ വളരെ കുറവ് തന്നെയായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് കിട്ടിയ ആ ചാൻസ്, ബ്രൂണോയുടെ പാസിൽ നിന്നും കുന്യ സ്കോർ ചെയ്തിട്ട് നമ്മൾ ആ ഇമ്പോർട്ടൻറ്റ് വിൻ നേടിയിരിക്കുകയാണ്. ഈ ഒരു പാസിലോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു അസിസ്റ്റോടുകൂടി ബ്രൂണോ 18 അസിസ്റ്റുമായിട്ട് നമ്മുടെ എന്താ പറയുക, കെവിൻ ഡിബ്രൂയിനയുടെയും പിന്നെ തിയറി ഓൺറിയുടെ ആ ഒരു 20 അസിസ്റ്റ് എന്നുള്ള റെക്കോർഡിൻ്റെ തൊട്ടടുത്തെത്തി. ഇനി ഒരു 2 അസിസ്റ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടൈ ആവും. ഒരു 3 അസിസ്റ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഹി വിൽ ബി ദ റെക്കോർഡ് ഹോൾഡർ. എത്രയോ വർഷങ്ങളായിട്ട് എന്താ പറയുക, തിയറി ഓൺറിയുടെ കയ്യിലിരിക്കുന്ന ആ റെക്കോർഡ് ബ്രൂണോയുടെ കയ്യിലെത്താൻ ഇനി 3 അസിസ്റ്റും കൂടെ മാത്രം ബാക്കി. നമുക്കിനി 5 ഗെയിംസും കൂടെ ഉണ്ട്. സോ ഐ തിങ്ക് ഹി ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടഫ് ഗെയിം. എല്ലാ ചാൻസസും അല്ലെങ്കിൽ എല്ലാ സ്റ്റാറ്റ്സിൻ്റെ അകത്തും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ചെൽസിക്ക് തന്നെയായിരുന്നു. ദേ വേർ റിയലി അറ്റാക്കിങ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മേക്ക് ഷിഫ്റ്റ് ഡിഫൻസ്. നമുക്കറിയാം, ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചുറി ലിസ്റ്റായിരുന്നു. ലെനി യോറോ അവസാന നിമിഷം ടീമിനൊപ്പം ട്രാവൽ ചെയ്യാത്ത ഇത് ന്യൂസ് നമ്മൾ കേട്ടു. അതോടുകൂടി നമ്മുടെ ബാക്ക് ലൈൻ എന്താകും എന്നുള്ളൊരു ടെൻഷനിൽ തന്നെയായിരുന്നു. അപ്പം ഉറപ്പായിട്ടും എയ്ഡൻ ഹെവൻ വരും എന്നുള്ളൊരിതുണ്ടായിരുന്നു. ബിക്കോസ് ഹി വാസ് ദ റെക്കഗ്നൈസ്ഡ് ഡിഫൻഡർ. പക്ഷെ കാരിക്കിൻ്റെ കീഴിൽ ഇതുവരെ കളിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. സോ എയ്ഡൻ ഹെവനെ കൊണ്ടുവന്നു. നാസർ മസ്റാവിനെയും കൊണ്ടുവന്നിട്ട് ആ ഒരു ഗെയിമിൽ, അതായത് ഈ ഒരു ഡിഫൻസിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തു. മസറാവി ഇതിന് മുമ്പാണെങ്കിൽ പോലും ഡിഫൻസ് കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം ബയണൊക്കെ കളിക്കുന്ന സമയത്ത് ഹി ട്രൈഡ് പ്ലേയിങ് ദർ. അധികം ഗെയിംസ് ഒന്നും ഇല്ല, പക്ഷെ അതിൻ്റെ അകത്ത് കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും മെസറാവിക്കുണ്ട്. സോ ഇവരുടെ ഈ മേക്ക് ഷിഫ്റ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ദേ ഡിഡ് ദെയർ ഡ്യൂട്ടി. എന്ത് ചെയ്യണം എന്ന് കാരിക്ക് പറഞ്ഞോ അത് പ്രോപ്പറായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ എയ്ഡൻ ഹെവൻ മുത്താണ് ഹെവൻ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ താരോദയം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഹെവനെ കണ്ടിട്ടുള്ളത്. ഹെവനുള്ള ആ ഒരു എന്താ പറയുക, ആ സീലിംഗ് അത് ഡെഫിനറ്റ്ലി യൂറോനെയും കാട്ടി മുകളിലാണെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഓൾവേസ് തോട്ട് ഹെവൻ്റെ ഒരു ഡിഫെൻസീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ യൂറോനെ കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഹി ഡിഡ് ഹിസ് ജോബ് പ്രോപ്പറായിട്ട് ഉള്ള ഡിഫെൻസീവ് ഇത് തന്നെ. എത്രമാത്രം ടാക്കിൾസും പിന്നെ എത്ര ഹെഡിങ്, ഏരിയൽ ഡ്യൂസ്, അങ്ങനത്തെയുള്ള ഒക്കെ നല്ല രീതിയിൽ ബ്ലോക്സും ഒക്കെ കാഴ്ചവെച്ചിട്ട് എയ്ഡൻ ഹെവൻ്റെ ഗംഭീര പെർഫോമൻസ് നമ്മൾ കണ്ടു. പിന്നെ എടുത്തു പറയേണ്ട ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കോബി മെയിനു. കഴിഞ്ഞ ഗെയിമിൽ കോബി മെയിനു ഇല്ലാത്തതിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ലീഡ്സുമായിട്ട് മിഡ്ഫീൽഡിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും കൊണ്ടുവരാനായിട്ട് ഉഗാർട്ടിക്ക് അന്ന് സാധിച്ചിട്ടില്ല. പക്ഷെ കോബി തിരിച്ചെത്തിയോടുകൂടി നമുക്ക് നമ്മുടെ മിഡിൽ ഒരു ആളുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കോബി മെയിനു കാഴ്ചവെച്ചത്. ആൻഡ് ഹി ഡിഡ് എ വണ്ടർഫുൾ ജോബ്. മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് എന്നുള്ള നിലയ്ക്ക് തന്നെ ആണ് കോബിയുടെ പെർഫോമൻസ്. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഒരു ബാലൻസ് പെർഫോമൻസ്, നോട്ട് ഇൻ എന്താ പറയുക ഒരു ഹയസ്റ്റ് ലെവലിലുള്ള ബാലൻസ് അല്ല, എന്നിരുന്നാൽ പോലും തോക്കാതെ കളി അവസാനിപ്പിക്കുന്ന നിലയ്ക്കുള്ള ഒരു ബാലൻസ് പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ ടീം കാഴ്ചവെച്ചത്. പിന്നെ ഫോർവേഡിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ചാൻസസ് ഒന്നും നമുക്ക് അധികം ഉണ്ടായിരുന്നില്ല. നമുക്ക് അറിയാം, നമ്മുടെ ഈ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാറ്റ്സിൻ്റെ അകത്തും ചെൽസിക്കായിരുന്നു മുൻതൂക്കം.
നമുക്ക് കിട്ടിയ അവസരം പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രൈക്കിലോടുകൂടി കുന്യ സ്കോർ ചെയ്യുന്നു. അതായത് നമ്മൾ സെക്കൻഡ് ഹാഫ് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കിട്ടിയ ഈ ചാൻസ് ഒരു നല്ലൊരു ഒരു ഷോട്ടിലോടുകൂടി കുന്യ സ്കോർ ചെയ്യുന്നു ആൻഡ് വി ഗോട്ട് ദാറ്റ് വിൻ. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ ചെൽസിയുടെ കയ്യിലായിരുന്നു കളി. പ്രോപ്പറായിട്ട് അവർ കളിച്ചു. 2 പ്രാവശ്യം ക്രോസ് ബാറിൽ തട്ടിപ്പോയി. അവരുടെ നിർഭാഗ്യവശാൽ അവർക്കത് ഗോള് കിട്ടിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഭാഗ്യത്തിന് ഈ 2 ചാൻസസും ഗോൾ പോസ്റ്റിൽ ഇടിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. സോ എന്തോ ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കളി വിജയിച്ചത്. സോ എന്താ പറയുക, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ 3 പോയിന്റ്സ് ആണ്. അത് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് നിലയ്ക്കും കട്ടിട്ടാണെങ്കിലും പിന്നെ എന്താ പറയുക പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും ആ 3 പോയിന്റ് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതെന്തായാലും സാധിച്ചു. പിന്നെ ഈ ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഇപ്പം ക്യാരിക്കിൻ്റെ മേലൊരു ചോദിച്ചിന് എന്നും നിലനിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഇഫ് ഹി ഗെറ്റ്സ് ഹിസ് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട്, നമുക്ക് ഈ പലപ്പോഴും ഇപ്പം മാൻ സിറ്റി ആയിട്ടും ആർസണലുമായിട്ടുള്ള ഗെയിമിന് ശേഷം പിന്നെ അങ്ങോട്ടേക്കുള്ള ഗെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുവിധം കടിച്ചു തൂങ്ങി അല്ലെങ്കിൽ കഷ്ടിച്ചാണ് നമ്മൾ ജയിച്ച് പോയിട്ടൊക്കെ ഉള്ളത്, തിരിച്ചു വന്നിട്ടുള്ള ജയങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ക്യാരിക്കിൻ്റെ മേലിൽ ഡെഫിനറ്റ്ലി ദെയർ വുഡ് ബി എ ക്വസ്റ്റ്യൻ മാർക്ക്. ക്യാരിക്കിന് ഈ ടീമിനെ മുമ്പോട്ട് നയിച്ച് കൊണ്ടുപോകാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടോ? അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മേജർ കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു കാലിബർ ക്യാരിക്കിനുണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി. കാരണം നമുക്ക് ഇനി അങ്ങോട്ടേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വി ആർ ലുക്കിംഗ് ഫോർ ടൈറ്റിൽ അടിക്കുക, പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാനായിട്ട് മുമ്പോട്ട് പോകണം. പിന്നെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടൊരു കുറച്ച് നല്ല രീതിയിൽ അഡ്വാൻസ് ചെയ്യേണ്ട ലെവലിലേക്കൊക്കെ പോകേണ്ട അവസ്ഥയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ടാക്ടിക്കലി ക്യാരിക്കിന് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ വലിയ രീതിയിലുള്ള ചോദ്യം എന്തായാലും ഉറപ്പായിട്ട് വരും. കാരണം വിജയങ്ങൾ വന്നു. അപ്പം ആർസണലുമായിട്ടും സിറ്റി ആയിട്ടുള്ള ഗെയിം എടുത്ത് നോക്കി കഴിഞ്ഞിരുന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു ക്യാരിക്കിൻ്റെ ഒരു മികവിൽ ജയിച്ചതാണ് എന്ന് ഒരു 100% പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തൊക്കെയോ ആ ഗെയിമിൻ്റെ അകത്ത് ഇപ്പോൾ അമീറിൻ്റെ കീഴിൽ കളിച്ചതിൻ്റെ കുറച്ച് ഇൻറ്റൻസിറ്റിയും അതൊക്കെ അത് ക്യാരി ഫോർവേഡ് ആയിട്ടാണ് ഈ 2 ഗെയിംസിലേക്ക് വന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇപ്പം എന്താ പറയുക, പ്ലെയേഴ്സിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞിരുന്നാലും ഇഞ്ചുറിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിരുന്നാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിലാണ് ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിലാണ് ഇത്രയധികം ഇഞ്ചുറീസും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിന് മുമ്പുള്ള ടൈമിൽ അമീറിൻ്റെ അണ്ടറിൽ ഇത്രയും ഇഞ്ചുറീസും സംഭവങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ഓൾസോ ലൈക്ക് ഫിറ്റ്നസ് വൈസ് പ്ലെയേഴ്സൊക്കെ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടും ഒരു 90 മിനിറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് കളിക്കുന്ന ഒരു ലെവലിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്തോ ഫിറ്റ്നസ് കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ ക്യാരിക്കിൻ്റെ അണ്ടറിൽ ഹൗ മച്ച് വി ക്യാൻ ഇംപ്രൂവ് അടുത്ത സീസൺ എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ചോദ്യചിഹ്നം തന്നെ ആയിരിക്കും. ആൻഡ് ഐ എം ഷുവർ നമ്മുടെ മാനേജ്മെൻറ്റ് വേറെയും എന്താ പറയുക മാനേജേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ കോച്ചുമാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വരുന്നു. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കിട്ടിക്കഴിഞ്ഞിരുന്നാൽ അതില്ലാതെ പോകുമോ എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ട്. അപ്പം ഒരു ചാമ്പ്യൻസ് ലീഗ് കിട്ടിയത് കൊണ്ട് ഓക്കെ ക്യാരിക്കിന് അങ്ങ് ഡയറക്റ്റ് കൊടുത്തേക്കാം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ മേ ബി ലൈക്ക് അതൊരു അപകടകരമായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും. ബിക്കോസ് വി നീഡ് പ്രോഗ്രസ്. അപ്പോൾ ക്യാരിക്കിൻ്റെ അണ്ടറിൽ എന്തുമാത്രം നമുക്ക് ടാക്ടിക്കലി ബെറ്റർ ആകാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ കഴിഞ്ഞ ഗെയിംസിലൊക്കെ ആണെങ്കിൽ കണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഡോമിനേറ്റിംഗ് ഗെയിം, നമ്മൾ കൺട്രോളിൽ നിൽക്കുന്ന ഗെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എവിടം വരെ അത് പോകുമെന്ന് നമുക്ക് നോക്കിക്കാണാം. ഓക്കെ, സോ എനിവേസ് ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. 3 പോയിന്റ്സ്, ആ വിൻ ആൻഡ് എ ക്ലീൻ ഷീറ്റ്. കുറേ നാൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്കൊരു ക്ലീൻ ഷീറ്റ് കിട്ടുന്നത് തന്നെ. സോ അത് തന്നെയാണ് ഈ ഗെയിമിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ലൈക്കിനോ ഇനി അങ്ങോട്ടേക്ക് മെഗ്വയർ തിരിച്ചു വരുന്നുണ്ട്. നെക്സ്റ്റ് ഗെയിം ആകുമ്പോൾ മെഗ്വയർ വരുന്നുണ്ട്. അപ്പം മെഗ്വയറും ഹെവനും ബാക്കിൽ എന്തായാലും കാണും എന്നുള്ളതൊരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ ലെറ്റ്സ് ഹോപ്പ് അടുത്ത ഗെയിമിൽ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുക. ആ വിൻ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ.
ആൻഡ് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന നിലയ്ക്കുള്ള ലെവലിലേക്ക് എത്തട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഗെയിമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, സോ ഈ വീഡിയോയ്ക്ക് നമ്മുടെ ഈ ഒരു വിജയത്തിന്റെ ആഹ്ലാദത്തിനായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് സപ്പോർട്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.